എനിക്ക് ഒരുപാട് വന്ന മെസ്സേജാണ് എൻ്റെ ഉഷാ ജനോമിൻ്റെ മെഷീൻ കറക്റ്റ് സ്റ്റിച്ചിങ് വീഴുന്നില്ല, അതേപോലെ തന്നെ സ്റ്റിച്ച് ചെയ്യുമ്പോൾ തന്നെ പെട്ടെന്ന് കട്ടായി പോകുന്ന അവസ്ഥയുണ്ട്. സ്റ്റിച്ചിങ്ങായിട്ട് ബന്ധപ്പെട്ട കോമൺ ആയിട്ടുള്ള ഒരുപാട് ക്വസ്റ്റ്യൻസും ആയിട്ട് ഒരുപാട് കമൻസും ആയിട്ട് എൻ്റെ ഇൻസ്റ്റാഗ്രാമും ഫേസ്ബുക്ക് പേജുകളിലൊക്കെ കൂടുതലായിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ അതിനനുസരിച്ച് കോമൺ ആയിട്ട് ഒരു ലോങ് വീഡിയോ ഇടാമെന്ന് ഞാൻ വിചാരിച്ചു. അപ്പോൾ ആദ്യം തന്നെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് വെച്ചാൽ നമ്മൾ എടുക്കുന്ന നൂല് പ്രോബബ്ലി കറക്റ്റ് ആണോ, അത് ക്വാളിറ്റി ഉള്ളതാണോ എന്നൊന്ന് ചെക്ക് ചെയ്യുക. അതാണ് ഫസ്റ്റ് വേണ്ടത്. കാരണം ലോക്കലായിട്ടുള്ള നമുക്ക് കിട്ടുന്ന ത്രെഡുകളൊക്കെ കുറച്ച് പൊട്ടിപ്പോകുന്ന പോലത്തെ ത്രെഡുകളുണ്ട്. അത് കോമൺ ആയിട്ട് നമ്മൾ ആദ്യം തന്നെ വാച്ച് ചെയ്യുക. പിന്നെ സെക്കൻഡ് വൺ എന്നാന്ന് പറഞ്ഞാൽ നമ്മൾ ഇടുന്ന സൂചി, ഈ ഒരു സൂചി എങ്ങനെയാണ് ഉണ്ടാവുക എന്ന് വെച്ചാൽ നമ്മളുടെ ഈ ഒരു ഭാഗത്ത് പരന്നൊരു ഭാഗം ഉണ്ടാവും. ഈ പരന്ന ഭാഗം കറക്റ്റ് ബാക്ക് പോർഷനിലോട്ട് വരുന്ന രീതിയിൽ വേണം നമുക്ക് ഇൻസേർട്ട് ചെയ്യാൻ. ഈ ഇൻസേർട്ട് ചെയ്തിട്ടില്ല എങ്കിൽ എങ്ങനെയാണ് സ്റ്റിച്ച് വീഴുന്നതെന്ന് ഞാൻ കാണിച്ചു തരാം. ഇതിപ്പോൾ ഞാൻ കറക്റ്റാണ് ഇട്ടത്, അല്ലാതെ ഒരു ഭാഗത്തോട്ട് ചെരിഞ്ഞ് നിൽക്കുന്ന രീതിയിൽ ഈ ഒരു ഭാഗത്തോട്ട് ഇതിപ്പോൾ കണ്ടാൽ മനസ്സിലാവും. ഈ ഒരു പരന്ന ഭാഗം ഈ രീതിയിൽ ചെരിഞ്ഞ് നിൽക്കുന്നത് സാധാരണ വേണ്ടത് ഈ ഒരു ബാക്ക് പോർഷനിൽ പരന്ന ഭാഗം വേണം, എന്നിട്ടാണ് സാധാരണഗതിയിൽ വേണ്ടത്. പക്ഷെ ഞാനൊരു ചെറിയൊരു ചെരിവ് വെച്ചിട്ട് ഇങ്ങനെ ഞാൻ ഇട്ട് നോക്കിക്കഴിഞ്ഞാൽ എങ്ങനെയാണ് സ്റ്റിച്ച് വീഴുന്നതെന്ന് കാണിച്ചു തരാം. ഞാൻ ചെരിഞ്ഞിട്ട് ഇൻസേർട്ട് ചെയ്യുന്നുണ്ട്. ഇനി എങ്ങനെയാണ് സ്റ്റിച്ച് വീഴുന്നതെന്ന് കാണാം. ഞാനിപ്പോൾ സ്റ്റിച്ച് ചെയ്ത് തുടങ്ങുകയാണ്. സ്മൂത്തായിട്ട് പോകുന്നുണ്ടാവും. അപ്പോൾ ഈ സ്റ്റിച്ചിലുള്ള പ്രശ്നം എന്താണെന്ന് വെച്ചാൽ കാണുമ്പോൾ സ്റ്റിച്ച് ഭയങ്കര പെർഫെക്ഷൻ ആണെന്ന് തോന്നുമെങ്കിലും ഈ സ്റ്റിച്ചിലുള്ള പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു അടിഭാഗത്ത് നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാവും. കുറച്ച് ഭാഗത്ത് ടൈറ്റൺ പോലെ ഉണ്ടാവും, കുറച്ച് ഭാഗത്ത് ലൂസ് ആയിരിക്കും. ഇവിടെ ഇങ്ങനെ ഒരു ചെറിയൊരു അടുപ്പിച്ചിട്ടുള്ള സ്റ്റിച്ച് ഉണ്ടാവും, ഇവിടെ ഒരു ഗ്യാപ്പ് കാണുന്നുണ്ടാവും. ഇതാ പിന്നെയും ഇതുപോലെ ഒരു ഗ്യാപ്പ് ഉണ്ടാവും, ഇതേപോലെ കുറച്ച് അടുത്തടുത്തുള്ള സ്റ്റിച്ചുകൾ ഉണ്ടാവും. ഇങ്ങനെ ഗ്യാപ്പിട്ട് ഇങ്ങനെ പോകും. കറക്റ്റ് പറഞ്ഞാൽ കണ്ടാൽ പെട്ടെന്ന് മനസ്സിലാവില്ല. നമ്മൾ വിചാരിക്കും കറക്റ്റ് സ്റ്റിച്ചാണ് വീഴുന്നതെന്ന് വിചാരിച്ചിട്ട് നമ്മൾ കണ്ടിന്യൂ ചെയ്യും. പക്ഷേ നമ്മൾ സ്റ്റിച്ച് ചെയ്തുകൊണ്ട് നിൽക്കുമ്പോൾ ഇടയ്ക്കൊരു ഗ്യാപ്പും ഇടയ്ക്ക് ലൂസാകുന്ന പോലെയെല്ലാം തോന്നുമ്പോഴാണ് നമ്മൾ എന്ത് കളിച്ചു കഴിഞ്ഞാലും ഇതെങ്ങനെ വന്നോ നമുക്ക് തിരിയില്ല. കാരണം സൂചിയിലേക്ക് നമ്മൾ ശ്രദ്ധ പോവില്ല. അപ്പോൾ സൂചി കറക്റ്റായിട്ടാണോ പൊസിഷൻ ചെയ്തതെന്ന് ആദ്യം ഒന്ന് ചെക്ക് ചെയ്യുക. മെയിനായിട്ട് ഈ രണ്ട് കാര്യങ്ങൾ ആദ്യം ശ്രദ്ധിക്കുക. കാരണം ഏറ്റവും പെട്ടെന്ന് ശ്രദ്ധിക്കാൻ പറ്റുന്ന രണ്ട് കാര്യങ്ങൾ നൂലും ഈ ഒരു ഫസ്റ്റ് സൂചിയും. ഇനി തേർഡ് വൺ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ബോബിൻ കേസ് ആദ്യം തന്നെ എടുത്തു നോക്കുക. ബോബിൻ കേസിലുള്ള നൂല് നമുക്ക് ഓവർ ടൈറ്റും ആകാൻ പാടില്ല, ഓവർ ലൂസും ആകാൻ പാടില്ല. ഓവർ ടൈറ്റ് ആയി കഴിഞ്ഞാൽ നമ്മുടെ സ്റ്റിച്ച് ചെയ്യുമ്പം പെട്ടെന്ന് നൂല് പൊട്ടിപ്പോകാൻ സാധ്യതയുണ്ട്. ഓവർ ലൂസ് ആണെങ്കിൽ സ്റ്റിച്ച് കറക്റ്റ് വീഴില്ല. ഇങ്ങനെ കുറേ പ്രശ്നങ്ങൾ വരും. അപ്പോൾ നമ്മൾ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഇവിടെ ഒരു ചെറിയൊരു സ്ക്രൂ പോലെ കാണുന്നില്ലേ, അതൊന്നൊരു മൈന്യൂട്ടായിട്ടൊന്ന് മൂവ് ചെയ്യിക്കുക. അത് ഏത് ഭാഗത്തോട്ടാണ് നമ്മൾ മൂവ് ചെയ്യേണ്ടതെന്നുള്ളത് ആദ്യം തന്നെ നോട്ട് ചെയ്യുക. എന്നിട്ട് അതേ സൈഡിൽ തന്നെ പിന്നെ മൂവ് ചെയ്യാതിരിക്കാൻ വേണ്ടിയിട്ടാണ് അത് നോട്ട് ചെയ്യേണ്ടത്. അപ്പോൾ അതും കൂടെ നമ്മൾ പരിഹരിച്ചാൽ ചെറുതായിട്ട് മൈന്യൂട്ടായിട്ടൊന്ന് ചെയ്താൽ മതി. അപ്പോൾ അത് കറക്റ്റ് ചെയ്യാൻ പറ്റും. അതല്ലാതെ നമ്മൾ ചെയ്യേണ്ട മറ്റൊരു കാര്യമാണ് നമ്മൾ ഇടുന്ന നൂല്, അതായത് കേസിലോട്ട് ഇടുന്ന ബോബിൻ കറക്റ്റ് അല്ല ഇൻസേർട്ട് ചെയ്യുന്നെങ്കിൽ നമ്മൾക്ക് നൂല് കട്ട പിടിക്കാനും പൊട്ടിപ്പോകാനും സാധ്യതയുണ്ട്. അതെങ്ങനെയാണെന്ന് കാണിച്ചു തരാം. ആദ്യം തന്നെ ബോബിനെ പരിചയപ്പെടാം. ഇതാണ് നമ്മുടെ ബോബിൻ. ഇത് ഇൻസേർട്ട് ചെയ്യുന്ന ഈ ഒരു കേസാണ് ഇത്. അപ്പോൾ ഈ ബോബിൻ കേസിലേക്ക് കറക്റ്റ് ആയിരിക്കണം നമ്മൾ ഇടേണ്ടത്. അതായത് ഈ ഒരു മോഷനിലായിരിക്കണം ഇടേണ്ടത്. ഈ ഒരു നൂല് ഇങ്ങനെ കറങ്ങി ഈ ഒരു ആംഗിളിലേക്ക്, അതായത് ക്ലോക്ക് വൈസിലേക്ക് നമുക്ക് തിരിഞ്ഞു കിട്ടണം. ആൻറ്റി ക്ലോക്ക് വൈസിലാകുമ്പോൾ നമ്മുടെ സ്റ്റിച്ചിങ് അധികം അടിനൂല് കെട്ടുപണിയാനും മറ്റു കാരണങ്ങൾ കൊണ്ടും ആവാറുണ്ട്. അപ്പോൾ ഈ ഒരു മൂവ്മെൻറ്റ് ക്ലോക്ക് വൈസിൽ ഇതേ മൂവ്മെൻറ്റ് തന്നെ ആയിരിക്കണം നമ്മുടെ സ്റ്റിച്ച് വീഴേണ്ടത്. നേരെ മറിച്ച് നമ്മൾ ഇതേപോലെ ആൻറ്റി ക്ലോക്ക് വൈസിലാണ് നമ്മൾ കേസിലോട്ട് ബോബിൻ ഇൻസേർട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ സാധാരണയായിട്ട് കെട്ടുപണിയാറുണ്ട്. ഉള്ള പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു ടെൻഷൻ, ഈ ടെൻഷൻ ഞാൻ നോർമലി ഇടുന്നത് 4-ലാണ്. നോർമൽ ഒരു കോട്ടനും നോർമൽ ഡ്രസ്സുകൾക്കെല്ലാം ഞാൻ ചെയ്യുന്നത് 4-ആണ്. നേരിയ തുണിയൊക്കെ ആണെങ്കിൽ നമുക്ക് ഇത് ടൈറ്റാക്കി ഇടേണ്ടി വരും, കൂടുതൽ ടെൻഷൻ കൂട്ടിയെടുക്കേണ്ടി വരും. കാരണം നേരിയ തുണിക്ക് നൂല് ലൂസ് പോലെ ആയി പോവുമല്ലോ, ചില സമയത്ത് നൂല് പിടിക്കാത്ത അവസ്ഥയിലാണെങ്കിൽ നമുക്ക് ടൈറ്റാക്കി ഇടണമെന്നുണ്ടെങ്കിൽ കൂടുതൽ വലിയ ടെൻഷനിലോട്ടുള്ള മാറ്റിയിടാം. ഇപ്പോൾ ഞാൻ എടുക്കുന്നത് ചെറിയ ടെൻഷനിലാണ് എടുക്കുന്നതെന്ന് വെച്ചാൽ ഒരു 1-ൽ എടുക്കുന്നതെന്ന് വെച്ചാൽ
അപ്പോൾ ഈ ടെൻഷൻ ഇങ്ങനെ കുറച്ച് വെക്കുമ്പോൾ എങ്ങനെയാണ് ഉണ്ടാവുക എന്ന് കാണിച്ചു തരാം. ഈ കുറച്ച് സമയത്ത് സൗണ്ട് വരെ മാറാൻ തുടങ്ങി. ഇത് ശ്രദ്ധിച്ചാൽ മനസ്സിലാവും. സൗണ്ട് വളരെ പ്രശ്നമാകാൻ തുടങ്ങി, ഇങ്ങനെ പൊട്ടിപ്പോകുന്ന അവസ്ഥ വരാൻ തുടങ്ങി. ഉണ്ടോ, നൂലൊക്കെ കട്ട പിടിക്കുന്ന അവസ്ഥ വരാൻ തുടങ്ങി. അപ്പോൾ ഇതൊക്കെ ചെക്ക് ചെയ്യണം നമ്മൾ. ഇങ്ങനത്തെ ഇഷ്യൂസ് വരുന്നത് വീണ്ടും ടെൻഷൻ്റെ ഇഷ്യൂസും കൂടെ. അപ്പോൾ ടെൻഷൻ എപ്പോഴും മെറ്റീരിയലിനെ ബേസ് ചെയ്തിട്ടൊക്കെ ചേഞ്ച് ചെയ്തിടാം. അതാണ് മെയിനായിട്ട് ഫോക്കസ് ചെയ്യേണ്ടത്. ഇത്രയും കാര്യങ്ങൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ തന്നെ, അതേപോലെ തന്നെ സൂചി വളഞ്ഞതോ മറ്റു കാര്യങ്ങളോ റീസണോ ഉണ്ടെങ്കിൽ സൂചിയുടെ പ്രശ്നം കൊണ്ടും വീണ്ടും ഇതേ റീസൺ പൊട്ടിപ്പോകുന്ന അവസ്ഥയും ഒക്കെ ഉണ്ടാകാറുണ്ട്. അപ്പോൾ ഇതൊക്കെ ചെക്ക് ചെയ്യുക. എന്നിട്ട് നിങ്ങൾക്ക് കോമൺ ആയിട്ടുള്ള പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ സർവീസ് സെൻറ്ററിൽ പോയിട്ട് ക്ലിയർ ചെയ്യേണ്ടതാണ്. വീണ്ടും അത് വെച്ച് പിന്നെയുള്ള ഒരു പ്രധാനപ്പെട്ട കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, നമുക്ക് ഈ ഭാഗങ്ങളിൽ പിന്നെയുള്ള കോമൺലി പ്രോബ്ലം എന്ന് വെച്ച് കഴിഞ്ഞാൽ, നമുക്ക് കൂടുതലും ശ്രദ്ധിച്ചാൽ മനസ്സിലായി ഇവിടെയൊക്കെ പൊടികളും മറ്റ് നൂലിൻ്റെ ബാക്കി ഭാഗങ്ങളും ഒക്കെ കടന്നിട്ടുണ്ടാകും. അപ്പോൾ ഇതെല്ലാം ഒന്ന് ക്ലിയർ ചെയ്യുക. ഒന്ന് ക്ലീൻ ചെയ്ത് കഴിഞ്ഞാലും ഈ പ്രശ്നങ്ങൾ ഒരു പരിധി വരെ സോൾവ് ചെയ്യാൻ പറ്റുന്നതാണ്. അപ്പോൾ ഇത് അതും അല്ലെങ്കിൽ നമുക്കിത് തന്നെ നമുക്ക് സ്വന്തമായിട്ട് തന്നെ ഇത് ഓപ്പൺ ചെയ്തിട്ട് നമുക്ക് ക്ലീൻ ചെയ്യാൻ പറ്റും. അതെങ്ങനെയാണെന്ന് അറിയണമെന്നുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റിൽ അറിയിച്ചാൽ മതി. ഓപ്പൺ ചെയ്ത് നമുക്ക് ഏതൊക്കെ ഭാഗങ്ങൾ ക്ലിയർ ചെയ്യാന്നുള്ളതും ക്ലീൻ ചെയ്യാന്നുള്ളതും ഒക്കെയുള്ള വീഡിയോസുമായിട്ട് നെക്സ്റ്റ് വീഡിയോ കാണാം. അപ്പോൾ കോമൺലി ഇത്രയും പ്രശ്നങ്ങൾ നിങ്ങൾ കറക്റ്റ് ചെയ്യുക. എന്നിട്ട് അതുമല്ല, ഇതൊന്നുമല്ല പ്രോപ്പർലി ഉള്ള പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങൾ എന്ത് ചെയ്യുക, ഒരു സർവീസ് സെൻറ്ററിൽ പോയി ക്ലീൻ ചെയ്യുക, അവരോട് ചെക്ക് ചെയ്യിപ്പിക്കുക. അപ്പോൾ എന്നിട്ട് മാത്രം പ്രോബ്ലം സോൾവ് ചെയ്യുക. ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ ശ്രദ്ധിച്ചാൽ തന്നെ ഈ സ്റ്റിച്ചിൻ്റെ കാര്യവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ ക്ലിയർ ചെയ്യാൻ പറ്റും. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഉറപ്പായിട്ടും നിങ്ങൾ കമൻറ്റിൽ അറിയിക്കണം. ഇനി ഇങ്ങനെയുള്ള വീഡിയോസിനായിട്ട് വീണ്ടും കാണാം. ഓക്കെ, ബൈ.